അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെടി കൂടെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ട ബിഗോണിയകൾ എങ്ങനെ പുതിയ തൈകളാക്കി മാറ്റാമെന്നും അവയുടെ പരിചരണ രീതികളും ഇന്ന് നമുക്ക് നോക്കാം. ഇവ എളുപ്പത്തിൽ നമുക്ക് ഇവയെ വീട്ടിൽ തന്നെ എങ്ങനെ വളർത്താമെന്നും നോക്കാം. ആദ്യമായി ഒരു കത്തിയോ കത്രികയോ ഉപയോഗിച്ച് ഒരു തണ്ട് മുറിച്ചെടുക്കുക. നോടുകൾക്ക് തൊട്ട് താഴെയായി വേണം മുറിക്കാൻ. ഏഞ്ചൽ വിക്ക് ബിഗോണിയയും പോൾക്കോ ഡോട്ട് ബിഗോണിയയും വന്നിട്ട് പെട്ടെന്ന് വേര് പിടിച്ച് വളരും. ഈ കട്ടിങ്സ് ഒക്കെ എടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ നടാൻ തുടങ്ങാൻ. ഇനി ഇത് നടാനായി നല്ല ഡ്രെയിനേജുള്ള മണ്ണ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് കോക്കോ ബീറ്റ് എടുക്കുന്നു. ഇവ മണ്ണിൽ ഈർപ്പം നിലനിർത്താനും അധികം വരുന്ന വെള്ളം വാർന്നു പോകാനും സഹായിക്കുന്നു. അടുത്ത് വന്നിട്ട് വേപ്പിൻ പിണ്ണാക്ക്, വേരുകൾ ചീഞ്ഞു പോകാതിരിക്കാൻ മണ്ണിലെ കീടങ്ങളെ അകറ്റാനും സഹായിക്കുന്നു. അടുത്ത് വന്നിട്ട് ചായപ്പൊടിയും കരിയിലയും. ഇവ വന്നിട്ട് ചെടികൾക്ക് ആവശ്യമായ നൈട്രജനും ജൈവവളവും ഇവ നൽകുന്നു. ഉപയോഗിച്ച ചായപ്പൊടിയാണെങ്കിൽ നന്നായി കഴുകി വേണം യൂസ് ചെയ്യാം. അടുത്ത് മുട്ടത്തോട് പൊടിച്ചത്. ഇതിലെ കാൽഷ്യം ചെടികളെ തണ്ടിന് നല്ല ബലം നൽകുന്നു. ഇത് എടുക്കുമ്പോൾ നല്ല അരിച്ച് വലിയ കല്ലുകളോ വേറെ എന്തെങ്കിലും വേസ്റ്റിലൊക്കെ കിടക്കുന്ന എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ചെടി നടാം. ഇവകളെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടി നട്ട് തുടങ്ങാം. ഈ നല്ല ഹോളുള്ള പോട്ട് എടുക്കുക. അതിലേക്ക് ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് എടുക്കുക. അതിലായി ഓട്ടിൻ കഷ്ണങ്ങൾ ഇടുക. എന്നിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ച് അതിലേക്ക് ചെടി നടാം. ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗോണിയകൾക്ക് നേരിട്ടുള്ള ഉച്ചവെയിൽ ഒട്ടും ഇഷ്ടമല്ല. വീടിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചം കിട്ടുന്ന ജനലരികിലോ പുറത്തോ തണലുള്ള സ്ഥലത്തോ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിൽ അധികമായി ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തണ്ടുകൾ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത് കൊണ്ട് അധികം നനവ് ആവശ്യമില്ല. മണ്ണിൻ മുഖഭാഗം ഉണങ്ങി എന്ന് കണ്ടാൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ പുതിയ ചെടി പ്രൊപ്പൈറ്റ് ചെയ്താണ് ഇത്രയും വെള്ളം ഒഴിക്കുന്നത്. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.